Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, prayer start ചെയ്തോളൂ കേട്ടോ. One second, ma'am. ഞാനാണ് prayer. കയ്യിൽ കുട്ടികളാണ്. മാം ഇന്ന് prayer ചൊല്ലുന്നത് തമിഴിലാണ്. Okay. Good afternoon to all. Good afternoon, ma'am. இங்கும் இருக்கும் ஆண்டவனே எம்மை காக்கும் இறைவனே அம்மா அப்பா ஆனவனே அன்புள்ளம் கொண்டவனே நன்றாயுலகில் நான் வாழ நல்கல்வி தந்திடுவாய் உத்தமனாக நான் வாழ இறைவா நீயும் அருள் புரிவாய். താങ്ക് യു മാം. ഇതെങ്ങനെ പഠിച്ചു ശ്രുതി? ഞാൻ തമിഴാ മാം. തമിഴാണോ? ഞാൻ ഫുൾ തമിഴ്നാടാ മാം. ഞാൻ എന്റെ സ്വന്തം നാട് കേരളമാണെങ്കിൽ ഞാൻ പഠിച്ചത് വളർന്നതൊക്കെ തമിഴ്നാട്. അതെ അല്ലേ, തമിഴ്നാട്ടിലാണ്. Ma'am, quotes പറയട്ടെ. In this life, we cannot do great things. We can only do small things with great love and peace. Begins with a smile. Mother Teresa. Signing ഞാനാണ് മാം. Good afternoon, everyone. Today, August 26, National Women's Equality Day. In a day that reminds us of the long journey women have taken towards equality and the work that still lies ahead. On this day in 1920, women in the United States won the right to vote, marking a historic step towards justice and equal opportunity. Women's equality is not just about rights, but about respect, recognition, and equal chance in every field of life, whether in education, work, leadership, or the home. When women rise, families rise, and nations progress. As we celebrate today, let us promise to support fairness, to break barriers, and to ensure that every girl and woman can dream freely and achieve fully. Equality is not a gift, it is a right, and together we can make it real. Thank you. Okay. മാം സോറി മാം, അറിയാണ്ട് മാം സംസാരിച്ചു. കുഴപ്പമില്ല. എവിടെയാണ് തമിഴ്നാട്ടില്? ഞാൻ തിരുപ്പൂരാ മാം. അതെ അല്ലേ. അവിടെ പഠിച്ചതൊക്കെ അവിടെയാണ്. അതുകൊണ്ട് എനിക്ക് മലയാളം അറിഞ്ഞൂടാ, സംസാരിക്കാൻ മാത്രമേ അറിയുള്ളൂ. അതെ അല്ലേ. ഓക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ എവിടെയാണ് പറഞ്ഞത് പ്രീവിയസ് ക്ലാസ്സില്? ഫസ്റ്റ് സെക്കൻഡ് ക്യാൻവാസിങ്ങിന് മുമ്പുള്ളത് വരെ പറഞ്ഞു മാം. ക്യാൻവാസിങ് ആൻഡ് പ്രൊപ്പഗാൻഡ. സ്കൂൾ മാനേജ്മെന്റ് അല്ലേ? യെസ് മാം. ലഞ്ചിന്റെ കാര്യം പറഞ്ഞതാണ് അല്ലേ? ടേബിൾ മാനേഴ്സ് കീപ്പ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നോ? അത് ഫുള്ളും പറഞ്ഞായിരുന്നു. അത് ഫുള്ള് പറഞ്ഞായിരുന്നു അല്ലേ? ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസോ? അതിന് പറയണം മാം. ഓക്കെ ഓക്കെ, അതൊന്ന് നിങ്ങൾ റീഡ് ചെയ്തോളൂ കേട്ടോ ആദ്യം. സ്ട്രെങ്ത് വളരെ കുറവാണല്ലോ. ഗ്രൂപ്പിൽ സ്റ്റുഡൻസ് ആക്റ്റീവ് ആണോ? ശ്രദ്ധിക്കാറുണ്ടോ? ഗ്രൂപ്പിൽ അങ്ങനെ സംസാരങ്ങളില്ല. ചിലരൊക്കെ ക്ലാസ്സിൽ കയറാൻ പറ്റാഞ്ഞിട്ട് ബാച്ച് മാറി എന്നൊക്കെ പറയുന്നുണ്ട്. അതെ അല്ലേ.
വായിച്ചു കഴിഞ്ഞെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. മനസ്സിലായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് റീഡ് ചെയ്യണോ മാം? റീഡ് ചെയ്തിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. Canvassing and propagandas. Most of the nursery schools with a poor strength feel that they should make propagandas and canvas to get students. They do the advertisement work and employ the teaching staff to issue brochures and go for door canvas to collect vigor. The strength of any school is not rising in multiplies, it rises only in addition. So it says door canvassing is not giving strength, but sometimes it gives detrimental effect also. Sometimes the prestige of the teacher can't escape or avoid these combinations with a tricky plan that will not only make the management mistake her but also her co-teachers to think her a clever person. In spite of avoiding, she can keep herself one among the teachers. ഇതിൽ പുവർ ഈ സ്ട്രെങ്ത് കുറവുള്ള സ്കൂളുകാര് കുട്ടികളെ ക്യാൻവാസ് ചെയ്ത് പിടിക്കാൻ വേണ്ടി ഈ പോസ്റ്റേഴ്സും പ്രൊപ്പഗൻസ് എന്നായിരുന്നു മാം പറഞ്ഞ പ്രചരണം ഒക്കെ ആയിട്ട് ഇറങ്ങാറുണ്ട്. നമ്മുടെ നാട്ടിലാണെങ്കിലും ഈ ഒരു ക്ലാസ് കഴിയണ ഒരു സമയത്ത് വെക്കേഷൻ ടൈം ആകുമ്പോൾ സ്കൂളുകളിൽ നിന്നൊക്കെ ടീച്ചേഴ്സ് വരാറുണ്ട്, കുട്ടികളെ ചേർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച്. ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ജോലിയായിരിക്കും പോണ പുവർ സ്ട്രെങ്ത് ആവുമ്പോ. അപ്പൊ അവർ ഓരോ വാഗ്ദാനങ്ങൾ കൊടുത്ത് പിള്ളേരെ ക്യാൻവാസ് ചെയ്യും. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞതാണ്, ഒരു കുട്ടിക്ക് 1000 2000 എന്തോ രൂപ തരാം, അവിടെ കൊണ്ട് ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കുമെന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്ന്. അപ്പം അതാണ് ഇപ്പൊ ഇതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ബ്രോഷറും ഒക്കെ ആയിട്ട് ഡോർ ടു ഡോർ ക്യാൻവാസ്, ഓരോ വീടുകൾ തോറും അവരെ ആ ഒരു ബ്രോഷറും അവരുടെ സ്കൂളിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അധികമായിട്ട് കാണിച്ച് ഓരോ വീടുകളിലും ചെന്ന് കുട്ടികളെ ക്യാൻവാസ് ചെയ്യും. ഇത് മൾട്ടിപ്ലൈ ആയിട്ടല്ല, അഡീഷൻ ആയിട്ടാണെന്ന് വെച്ചാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അതായത് ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല്, അതായത് നമ്മൾക്കറിയാം, നമ്മളൊക്കെ ചെറുപ്പകാലത്ത് പഠിക്കുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പോ നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ഒരു സമയത്താണെങ്കിലും ഒക്കെ ഈ ഒരു സ്കൂൾ ഓപ്പണിംഗ്, അതായത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു മാസം മുമ്പ് അല്ലെങ്കിൽ 2 മാസം മുമ്പൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ടീച്ചേഴ്സ് വരും. ചില സ്കൂളുകളിൽ നിന്ന് ടീച്ചേഴ്സ് വരും. അവര് വീടുകൾ തോറും കയറിയിറങ്ങും. എന്നിട്ട് എന്ത് ചെയ്യും, കുറെ അധികം വാഗ്ദാനങ്ങൾ തരും. എന്തൊക്കെ വാഗ്ദാനങ്ങളാണ് കൊടുക്കുന്നത്? ചിലരൊക്കെ യൂണിഫോം ഫ്രീ ആയിട്ട് തരാം, സ്കൂളില് ഫുഡ് ഉണ്ട്, അല്ലെങ്കിൽ ബുക്സും ബാഗും, ഇങ്ങനെയൊക്കെ പ്രവേശനോത്സവത്തിന് അങ്ങനെ കുറെ വാഗ്ദാനങ്ങളൊക്കെ കൊടുക്കും. ചിലവര് യൂണിഫോം ഫ്രീ ആയിട്ട് തരാന്ന് പറയും. പിന്നെ സ്കൂൾ ബാഗ് കൊടുക്കാറുണ്ട്, അതുപോലെ അംബ്രല കൊട കൊടുക്കാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫ്രീ ആണെന്ന് പറയാറുണ്ട്. അപ്പൊ അവരുടെ സ്കൂളിൽ ചേർത്താൽ മാത്രമാണ് ഇത്രയധികം ബെനിഫിറ്റ്സ് ഉണ്ടാകുക എന്ന് പ്രത്യേകം എടുത്തു പറയും, അല്ലെ? മറ്റൊരു സ്കൂളിലും ഇങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല, ഞങ്ങളുടെ സ്കൂൾ മാത്രമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് പറയാം. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോൾ പാരന്റ്സിന് എന്താ തോന്നുക? പണ്ടത്തെ പാരന്റ്സ് ഒക്കെ ഇത് കൂടുതൽ കേൾക്കാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചെറുപ്പകാലത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയൊക്കെ വാഗ്ദാനങ്ങൾ പറയുവാണെങ്കിൽ എന്തായാലും ചേർക്കുമല്ലേ? കാരണം ഫ്രീ ആയിട്ടല്ലേ എല്ലാവരും കിട്ടുന്നേ, ആണോ? ചെറുക്കില്ലേ പിള്ളേരെ? ഒന്നും നോക്കണ്ട അല്ലേ? കാരണം യൂണിഫോം കിട്ടും, അതുപോലെ ബാഗ് കിട്ടും. അപ്പൊ ഒന്നും നോക്കേണ്ട ആവശ്യമേ ഇല്ല അവിടെ. അപ്പൊ അത് അവര് കണ്ണടച്ചുകൊണ്ട് ആ സ്കൂളില് ചേർക്കാനായിട്ട് പോകും, അല്ലെ? അപ്പോ ഇത്തരത്തിൽ, അതായത് ഇങ്ങനെ കുറേയധികം പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നൽകുന്നതിലൂടെ കുട്ടികളെ ക്യാച്ച് ചെയ്യുന്ന ഒരു രീതി, അതിനെയാണ് ഈ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഇത് സ്ട്രെങ്ത് കുറവുള്ള സ്കൂളുകളിലാണ് കൂടുതലായിട്ട് നടക്കുക. ഓക്കെ, നിങ്ങൾക്ക് അറിയാലോ, അതായത് സ്ട്രെങ്ത് കുറവാണെങ്കിൽ, അതായത് കുട്ടികളുടെ എണ്ണം കുറവാണെങ്കിൽ അത് ടീച്ചേഴ്സിനെ മോശമായിട്ട് അഫക്ട് ചെയ്യും. എങ്ങനെയാണ് ടീച്ചേഴ്സിനെ ബാധിക്കുക സ്ട്രെങ്ത് കുറയുമ്പോ? ടീച്ചേഴ്സിന്റെ ജോലി നഷ്ടപ്പെടും ക്ലാസ്സിൽ കുട്ടികളില്ലെങ്കിൽ. ക്ലാസ് നഷ്ടപ്പെടും അല്ലെ? ഒരു കുട്ടിയെങ്കിലും പഠിക്കാനായിട്ട് ഉണ്ടാകണം എന്നാണ് അല്ലെ? അല്ലെങ്കിൽ അതിൽ കൂടുതലെങ്കിലും ഒരു മാക്സിമം ഒരു ക്വാണ്ടിറ്റിയിൽ അല്ലെങ്കിൽ എണ്ണത്തിൽ കുട്ടികൾ ഉണ്ടാകണം. എന്നാൽ മാത്രമാണ് ആ ടീച്ചർക്ക് അവിടെ ജോലി ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഡിവിഷൻ ഫാൾ സംഭവിക്കും, അല്ലെ? അപ്പൊ മാനേജ്മെന്റ് സ്കൂളുകളിലൊക്കെ ആണെങ്കിൽ ടീച്ചേഴ്സിനെ അവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പൊ ഇത്തരത്തിൽ ഉള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവുമ്പോഴാണ്
ടീച്ചേഴ്സ് നേരിട്ട് ഇതിന് വേണ്ടിയിട്ട് ഇറങ്ങുന്നത്. അത് ഒന്നോ രണ്ടോ ടീച്ചേഴ്സിൽ ആവില്ല ഇറങ്ങുന്നത്. ഒരു 5-6 ടീച്ചേഴ്സ് ഒരുമിച്ചായിരിക്കും ഇപ്പൊ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പല സ്ഥലങ്ങളിലും പല വീടുകളിലുമായിട്ട് ഇങ്ങനെ കയറി ഇറങ്ങി ഓരോരോ കാര്യങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ കുട്ടികളെ പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ നടത്തുന്ന ഒരു പരിപാടിയാണ് എന്ത് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗൻഡാസ് എന്ന് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു ഇതിലൂടെ ശരിക്കും പറഞ്ഞാല് ഒരു എന്താ പറയാ ഒരു നല്ലൊരു പ്രവണതയായിട്ട് നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവര് കുറെ അധികം പ്രോമിസ് അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നതിലൂടെയാണ് കുട്ടികളെ അവിടേക്ക് ചേർക്കുന്നത്, ആ സ്കൂളിലേക്ക് അവരെ വരുത്തുന്നത് അല്ലെ. അപ്പൊ ഒരു നല്ലൊരു രീതിയാണ് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസവും കാര്യങ്ങളും ചിലപ്പോ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനും അതിലൂടെ സാധിച്ചിരുന്നില്ല. അവരുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്ട്രെങ്ത് കൂട്ടുക എന്നുള്ളത് മാത്രമാണ്. മനസ്സിലായോ? അതാണ് ആ പാരഗ്രാഫിൽ പറയുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ. ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗ്. റീഡ് ചെയ്തായിരുന്നോ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഞാൻ പറയാം. Types of canvassing. The first type of canvassing is called door-to-door canvassing. To introduce the school in the first years, we may take the kind of canvassing. Thereafter, door-to-door canvassing will lose the notoriety of the school. Wall poster. Wall posters, notice, advertisement, and propaganda. This kind of advertisement will also be a business type. This is not giving a successful result. അതായത് കേൾക്കുന്നില്ലല്ലോ? ഞാൻ മ്യൂട്ടാക്കിയതാണ് അറിയാതെ. അതായത് ആദ്യത്തെ തരം പ്രചരണം എന്ന് പറഞ്ഞാല് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്നാണ്. അത് എന്താ പറയുക, ആദ്യ വർഷങ്ങളിൽ സ്കൂളിനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാന്നാ പറയുന്നത്. പിന്നെ അതിനുശേഷം വീട് തോറും പ്രചരണം നടത്തുന്ന സ്കൂളിന്റെ കുപ്രസിദ്ധി നഷ്ടപ്പെടുത്തുന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഈ പോസ്റ്റർ, നോട്ടീസ്, അഡ്വർടൈസ്മെന്റ് ഒക്കെ അതേപോലെ ഈ പ്രചരണമൊക്കെ എന്താണ് ഒരു ബിസിനസ് ടൈപ്പ് ആണെന്ന് പറയുന്നത്. അത് വിജയകരമായ ഒരു ഫലം നൽകുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോ ടൈപ്സ് ഓഫ് ക്യാൻവാസിംഗിൽ ആദ്യത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് ആണ്. ആദ്യത്തേത് ഡോർ ടു ഡോർ ക്യാൻവാസിംഗ്, അതായത് വീടുകൾ തോറും കയറി ഇറങ്ങാം. നമ്മൾ നേരത്തെ പറഞ്ഞത് ഇത് എപ്പോഴാണ് നടക്കുന്നതെന്ന് വെച്ചാൽ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്താണ്, അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടാണ് ഈ ഒരു ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു എന്താ പറയാ, ഈ ഡോർ ടു ഡോർ ക്യാൻവാസിംഗ് എന്ന് പറഞ്ഞാൽ സ്കൂളിന് അത്ര രീതിയിലുള്ള ഒരു നല്ല രീതിയിലുള്ള ഒരു ഇമേജ് അല്ല ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. ഒരു നല്ലൊരു പ്രവണത ഇല്ലെന്നാണ് ഇതിനകത്ത് പറഞ്ഞു വരുന്നത്. പിന്നെ അതുപോലെ തന്നെ വാൾ പോസ്റ്റേഴ്സിലൂടെയും നോട്ടീസ്, അഡ്വർടൈസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ
ഈ ഒരു ക്യാൻവാസിംഗ് നടത്താറുണ്ട്. നമുക്കറിയാമല്ലേ, അതായത് സ്കൂൾ ഓപ്പണിങ്ങിന് മുമ്പായിട്ട് പലതരത്തിലുള്ള ഫ്ലെക്സുകള്, പലതരത്തിലുള്ള പോസ്റ്ററുകള്, അതുപോലെ നോട്ടീസുകളൊക്കെ നമ്മുടെ വീടുകളിലേക്ക് കിട്ടും അല്ലെ, അല്ലെങ്കിൽ നമുക്ക് പോകുന്ന വഴിയൊക്കെ അതൊക്കെ ലഭ്യമാകും, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള സ്കൂളിനെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു അഡ്വർടൈസ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ബിസിനസ് ടൈപ്പാണ് അല്ലെ, അതായത് ആ ഒരു ലാഭത്തിന് വേണ്ടി മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ആ സ്കൂളിന്റെ ലാഭം, അതായത് അവർക്ക് കൂടുതലായിട്ട് പ്രോഫിറ്റ് കിട്ടണം, കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനേക്കാൾ കൂടുതൽ ആ സ്കൂളിന്റെ ലാഭത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് ഇവിടെ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ട് തരണമെന്നില്ല. കുട്ടികൾ നല്ല രീതിയിൽ പഠിച്ച് അവിടെ നല്ല രീതിയിൽ പാസ് ഔട്ട് ആകണമെന്നില്ല. ഓക്കെ, ആ ഒരു സ്കൂളിന്റെ ലാഭത്തിന് വേണ്ടി മാത്രം അവർ പ്രവർത്തിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണ് സ്കൂൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കുട്ടികൾക്ക് അധികം പ്രാധാന്യം കൊടുക്കുന്നില്ല, മറിച്ച് ലാഭത്തിനാണ് കൂടുതൽ പ്രാധാന്യം, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, ദെൻ അടുത്തത് ഇൻഡോർ ക്യാൻവാസിംഗ് ആണ് കേട്ടോ. ഒരാളൊന്ന് വായിച്ചിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻഡോർ ക്യാൻവാസിംഗ് ആരാണ് റീഡ് ചെയ്യാ? മിസ്, ഈ ഇൻഡോർ ക്യാൻവാസിങ്ങിന്റെ ലാസ്റ്റ് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടോ? ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ല. ആ, ഏതാണ്? കണ്ടിന്യൂയിങ് വരെ ഉണ്ടോ നിങ്ങളുടെ ടെക്സ്റ്റില്? ഇപ്പൊ എന്റെ ടെക്സ്റ്റിൽ ഇൻഡോർ ക്യാൻവാസിംഗ് എഴുതി കഴിഞ്ഞിട്ട് ആ പേജ് തീരുവാ, അവിടെ ഒന്നും എഴുതിയിട്ടില്ല. സെക്കൻഡ് പേജിൽ ഡിസിപ്ലിൻ സ്ട്രിക്ട്ലി കോജന്റ് ദ എൻക്വയറീസ് ഇത്രേ ഉള്ളൂ. അപ്പൊ അതിന് മുമ്പ് എന്തോ ഉണ്ട്. ഓക്കെ, അതായത് ഇൻഡോർ ക്യാൻവാസിംഗ് അതൊന്നും നിങ്ങൾ എഴുതി ചേർത്തോളൂ, ഞാൻ പറഞ്ഞുതരാം. ഗിവിംഗ് ഗുഡ് എഡ്യൂക്കേഷൻ, giving good education to the present students, giving good education to the present students, comma, continuing discipline strictly cogent the enquiries. അതാണ് കേട്ടോ വരുന്നത്. കണ്ടിന്യൂയിങ് കഴിഞ്ഞിട്ടാണ് ഡിസിപ്ലിൻ വരുന്നത്. Giving good education to the present students, continuing discipline strictly cogent the enquiries. എല്ലാവരും എഴുതിയോ? എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്? അപ്പോ എന്തായിരിക്കും? ഒന്ന് ഗസ് ചെയ്യാമോ? എന്താണ് ഇൻഡോർ ക്യാൻവാസിംഗ്? ഉള്ള കുട്ടികളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, അങ്ങനെ ഓട്ടോമാറ്റിക്കലി പ്രചരണം കിട്ടും. അതായത് പ്രസന്റ് സ്റ്റുഡൻസ്, അതായത് അവിടെ പഠിക്കുന്ന കുട്ടികളിൽ കുറച്ചു പേരാണെങ്കിൽ കൂടിയും അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടെ കുട്ടികൾ വന്ന് ചേരും. നമ്മള് വീട്ടിൽ ചെന്ന് കുട്ടികളെ ചേർക്കുമെന്ന് ചോദിക്കേണ്ട ആവശ്യങ്ങളൊന്നും തന്നെ അവിടെ വരുന്നില്ല. ഒരു അഡ്വർടൈസ്മെന്റിന്റെ ആവശ്യം വരുന്നില്ല. പകരം എന്താണ്, താനേ എന്ത് ചെയ്യും, അവിടെ വന്ന് കുട്ടികൾ ചേർന്നോളൂ അല്ലെ. അതായത് അവിടെ നിന്ന് പ്രസന്റ്, അവിടെ നിന്ന് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ അവിടെ നിന്ന് പഠിച്ച് പുറത്ത് പാസ് ഔട്ട് ആയി നല്ല റിസൾട്ട് വാങ്ങിച്ചിട്ടുള്ള കുട്ടികള് കുറെ കാര്യങ്ങൾ പറയാൻ പറ്റുള്ളവരോട്. അതൊരു നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ നിങ്ങൾ ഈ ഒരു മോണ്ടിസോറി കോഴ്സ് കഴിഞ്ഞാല് നിങ്ങളുടെ എക്സാം കഴിഞ്ഞു, നിങ്ങൾക്ക് നല്ല രീതിയിൽ മാർക്ക് കിട്ടി, നിങ്ങൾക്ക് ഒരു പ്ലേസ്മെന്റ് ആയി വിചാരിക്കുക. അപ്പൊ നിങ്ങൾ എന്താ പറയാ? സ്മാർട്ട് 3 നന്നായിട്ട് പഠിപ്പിച്ചതുകൊണ്ടാണ് നന്നായിട്ട് പഠിപ്പിച്ചു, അവിടെ നല്ല രീതിയിൽ പഠിപ്പിക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് ജോലി കിട്ടി, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം അല്ലെ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്താ നടത്തുന്നത്? അതൊരു തരം ക്യാൻവാസിംഗ് തന്നെയാണ്, പക്ഷെ അത് ഇൻഡയറക്റ്റ് ആണ്. കാരണം നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല, അതായത് നമ്മൾ ധാരാളം അഡ്വർടൈസ്മെന്റ് ഒക്കെ ഒരു ഘടകം തന്നെയാണ്. ഏതൊരു നമ്മൾ ധാരാളം പരസ്യങ്ങളും മറ്റുമൊക്കെ കാണാറുണ്ട് അല്ലെ. നമ്മൾ ടി വി തുറന്ന് നോക്കിയാലും മൊബൈൽ തുറന്ന് നോക്കിയാലൊക്കെ ധാരാളം പരസ്യങ്ങൾ കാണാം. പരസ്യങ്ങളൊക്കെ നമ്മൾ ഒരു വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഒരു മൊബൈൽ ഫോൺ നമുക്ക് മേടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിട്ട് നിൽക്കുകയെന്ന് വിചാരിക്കാം. അപ്പൊ പെട്ടെന്നൊരു പരസ്യം നമ്മൾ കണ്ടു ടിവിയില്, നല്ല ഓഫറിന് അല്ലെങ്കിൽ നല്ല എന്താ പറയാ നല്ല വാല്യൂ ഉള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി എന്താ പറയാ നല്ല രീതിയിൽ ഉള്ള ഒരു മൊബൈലാണെന്ന് വിചാരിക്കുക ഇറങ്ങിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫീച്ചേഴ്സ് ഇതൊക്കെ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ എന്നാൽ ഇത് മേടിച്ചാലോ എന്നുള്ളൊരു തോന്നല് നമുക്ക് വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും,
വേഗം പോയിട്ട് അവിടെ ചെന്ന് മേടിക്കും അല്ലെ, കടയിൽ ചെന്ന് മേടിക്കും. അതുപോലെ തന്നെ നമ്മൾ വാട്സപ്പ് വഴിയോ അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാം വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഇത്തരത്തിലുള്ള പരസ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അങ്ങനെ പരസ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ അതുപോലെ തന്നെ യൂട്യൂബിൽ കുറേയധികം ബ്ലോഗേഴ്സ് പ്രൊമോഷൻ വീഡിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അത് മേടിക്കാൻ നമുക്കൊരു ത്വര ഉണ്ടാകും അല്ലെ. അത് ഒരു ഫാക്ടർ തന്നെയാണ് അഡ്വർടൈസ്മെന്റ്. പക്ഷെ അതിനേക്കാളും കുറച്ചുകൂടി കൂടുതലായിട്ട് ഇത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട് അല്ലെ. അതായത് ഇത് നേരിട്ട് അനുഭവത്തിൽ വന്നിട്ടുള്ള, അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആണെന്ന് വിചാരിക്കുക, അതവര് നേരിട്ട് ഉപയോഗിച്ച് അവർക്ക് നല്ല റിസൾട്ട് കിട്ടി ബോധ്യം വന്നിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ അവരെന്ത് പറയും, അത് നല്ല പ്രൊഡക്റ്റ് ആണ്, നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയും അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അത് മേടിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നല്ല രീതിയിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസം എഡ്യൂക്കേഷൻ കൊടുക്കുവാണെങ്കിൽ അവരെന്ത് ചെയ്യും, നല്ല രീതിയിൽ അവിടെ നിന്ന് പാസ് ഔട്ട് ആയി പോകും അല്ലെ. ഒരു നല്ല മാർക്കോട് കൂടി അവിടുന്ന് നല്ല ഒരു ചിലപ്പോൾ അവർക്ക് ജോലി കിട്ടാം, അല്ലെങ്കിൽ നല്ലൊരു കോളേജിൽ അഡ്മിഷൻ കിട്ടാം. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും, പാരന്റ്സ് അവിടെ ആയിരിക്കും കൊണ്ട് ചേർക്കുക കുട്ടികളെ. അപ്പൊ സ്കൂൾ എന്ത് ചെയ്യണ്ട, പാരന്റ്സിനെയും ചിൽഡ്രൻസിനെയും അന്വേഷിച്ച് നടക്കണ്ട, പകരം പാരന്റ്സും ചിൽഡ്രൻസും നേരിട്ട് സ്കൂളിലേക്ക് വരും, അന്വേഷിച്ചറിഞ്ഞ് കണ്ടെത്തി വരും. ഇതിനെയാണ് ഇൻഡോർ ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാലാണ് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ ഉണ്ടാകുകയും നമുക്ക് പലതരത്തിലുള്ള എന്തൊക്കെയുണ്ട്, പലതരത്തിലുള്ള ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അതായത് ഇപ്പോ ഫേമസ് ആയിട്ടുള്ള ആപ്പുകൾ ഉണ്ട് അല്ലെ. മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇല്ലല്ലേ, ബൈജൂസ് ആപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ടാവുമല്ലോ. ഒരു കാലത്ത് ഭയങ്കര ഗംഭീരമായിട്ട് നിന്നിരുന്ന ഒരു ആപ്പാണ്. കുട്ടികളൊക്കെ കൂടുതലായിട്ട് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത്, നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയിരുന്നത് അല്ലെ. കുട്ടികൾക്കാണെങ്കിലും പിന്നെ ഒരിടയ്ക്ക് വെച്ചിട്ടാണ് അത് നിർത്തിപ്പോയത്. അപ്പൊ ആ ഒരു രീതിയിൽ, അതായത് ആദ്യം ചിലപ്പോൾ അഡ്വർടൈസ്മെന്റോ കാര്യങ്ങളോ ഒക്കെ ഇറക്കിയേക്കാം, പക്ഷെ അവരുടെ നല്ല രീതിയിലുള്ള അവരുടെ ആ ഒരു വർക്ക് കൊണ്ട് കുട്ടികൾ കൂടുതലും അല്ലെങ്കിൽ പാരന്റ്സ് കൂടുതലും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കുട്ടികളെ കൊണ്ടുവച്ച് ചേർത്തു. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, കുറേയധികം സ്ഥാപനങ്ങൾ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയും. പിന്നെ ഒരു സിനിമ ഉണ്ട്, നിങ്ങൾ മണിച്ചിത്രത്താഴ് എന്ന് പറയുന്ന സിനിമ കണ്ടിട്ടില്ലേ? മണിച്ചിത്രത്താഴല്ല, സോറി, പൃഥ്വിരാജിന്റെ ഒരു സിനിമ ഉണ്ടല്ലോ, മാണിക്കക്കല്ല്. മാണിക്കക്കല്ല് എന്ന് പറയുന്ന സിനിമയുണ്ട്. അതിനകത്ത് പൃഥ്വിരാജ് സാറായിട്ടാണ് വരുന്നത് അല്ലെ. അപ്പോ അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ആ സ്കൂളിൽ നിന്നിട്ട് കുറെ വർഷങ്ങളായിട്ട് ആരും തന്നെ SSLC പാസ്സാവുന്നില്ല. അപ്പൊ ആ ഒരു ലക്ഷ്യം, ആ കുട്ടികളെ എങ്ങനെയെങ്കിലും നല്ല മാർക്കോടുകൂടി പാസ്സാക്കണമെന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് അവിടേക്ക് അധ്യാപകനായിട്ട് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തിന്റെ ഒരു എഫേർട്ടില് അവിടെയുള്ള SSLC എഴുതിയ എല്ലാ കുട്ടികൾക്കും നല്ല മാർക്കോട് കൂടി അല്ലെ വിജയിക്കാനായിട്ട് സാധിച്ചു. ആ ഒരു വിജയം കൂടുതൽ കുട്ടികളെ ആ സ്കൂളിൽ ചേർക്കാനായിട്ട് സഹായിക്കുന്നു. ദാറ്റ് ഈസ് ഇൻഡോർ ക്യാൻവാസ്. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വായിച്ചോളൂ കേട്ടോ, നെഗറ്റീവ് ക്യാൻവാസ്. ഒരാളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നെഗറ്റീവ് ക്യാൻവാസിംഗ്? നിത്യ പ്രതീക്ഷ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ നെഗറ്റീവ് ക്യാൻവാസിംഗ്? Negative canvassing. It is the best type of canvassing to adverse admission. This year will fetch you multiples of admission in this future.
Admissions coming in January are called the cheating admission. അഡ്വേഴ്സ് എന്നുള്ള വാക്ക് അഡ്വേഴ്സ് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ അതിന് എന്താ മീനിങ് എന്ന് മനസ്സിലായില്ല. കുറച്ചുകൂടി വൈകി എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. സാധാരണയിൽ നിന്ന് കുറച്ചുകൂടി ലേറ്റ് ആയിട്ടുള്ള അഡ്മിഷൻ ആണത് ഈ ഒരു നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത് കേട്ടോ. അതായത് അപ്പം സാധാരണ നിന്ന് താമസിച്ചു വരുന്ന അഡ്മിഷൻ ആകുമ്പോ ഇത് ഈ ജനുവരി മാസത്തില് അത് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണോ ചീറ്റിംഗ് അഡ്മിഷൻ? ജനുവരി ഒക്കെ ആകുമ്പോ ഒരു ജൂണിലാണല്ലോ അക്കാദമിക് ഇയർ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുക. അവിടെ നിന്ന് കുറച്ചുകൂടി ലേറ്റ് ആയി അടുത്ത ജനുവരിയിലേക്ക് ചിലപ്പോൾ അഡ്മിഷൻ എടുക്കാം കുട്ടികളുടെ. ആ ഒരു അഡ്മിഷനെ ചീറ്റിംഗ് അഡ്മിഷൻ എന്നാണ് പറയുന്നത്. അതായത് കുട്ടികളില്ലാത്തൊരു സ്കൂളാണെങ്കിൽ മാക്സിമം കുട്ടികളെ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് പല സോഴ്സുകളിൽ ഒരാൾ ഡിപ്പെൻഡ് ചെയ്യാം. ചില കുട്ടികള് എന്താ പറയാ ഒരു സ്കൂളിൽ നിന്ന് പല കാരണങ്ങൾ കൊണ്ട് TC വാങ്ങിച്ചു വരാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഉണ്ടാകാം. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, ചില സ്കൂളുകളിൽ അഡ്മിഷൻ കൊടുക്കാറില്ല. ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് അഡ്മിഷൻ അവർ പ്രൊവൈഡ് ചെയ്യാറില്ല. എന്നാൽ ഇങ്ങനെ അതായത് കൂടുതലായിട്ട് കുട്ടികളുടെ സ്ട്രെങ്ത് കൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട്, വൈകിയായാലും കുഞ്ഞുങ്ങളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. അതായത് അവിടുത്തെ അഡ്മിഷൻ എടുക്കാറുണ്ട്. ഇതിനെ നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയും. ചിലപ്പോൾ കുട്ടികളുടെ പഠനത്തിൽ അത് മോശകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാം. കാരണം ഒരു സ്കൂളിൽ നിന്ന് പഠിച്ച കാര്യങ്ങൾ അവിടെ നിന്ന് എന്താണോ പഠിച്ചത് ആ കാര്യങ്ങളായിരിക്കില്ല ചിലപ്പോൾ ഇവിടെ വന്ന് പഠിക്കുന്നത്. അപ്പൊ കുട്ടിയിൽ ചിലപ്പോൾ ചില മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിച്ചിരുന്നു. പക്ഷെ ഇതൊന്നും അവർ നോക്കുന്നില്ല. അവർക്ക് ഒരു കുട്ടിയെങ്കിലും ഒരു കുട്ടി കിട്ടി എന്നുള്ള ഒരു ആശ്വാസമാണ് ഉണ്ടാവുക. ദാറ്റ് ഈസ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. അപ്പോ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് വളരെ മാസങ്ങൾക്ക് ശേഷവും എന്ത് ചെയ്യാറുണ്ട്, കുട്ടികളെ ഇത്തരം ഈ സ്കൂളുകൾ ഇത്തരം കുട്ടികളെ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. മനസ്സിലായോ? ഒന്നും കൂടി പറയോ? അതായത് വളരെ വൈകിയുള്ള അഡ്മിഷനിലൂടെ കുഞ്ഞുങ്ങളെ ചേർക്കുന്നതാണെന്ത് നെഗറ്റീവ് ക്യാൻവാസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അക്കാദമിക് ഇയറിൽ ജൂണിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ കൂടിയും കുറച്ചുകൂടി ലേറ്റ് ആയി കുട്ടികൾ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുട്ടികളുടെ അതായത് ആ ഒരു സ്കൂളിന്റെ സ്ട്രെങ്ത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇവര് കുട്ടികളെ അവിടെ ചേർക്കാറുണ്ട് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നെഗറ്റീവ് ക്യാൻവാസിംഗ്. അതായത് ഈ ഒരു ജൂണിലൊക്കെ ഈ അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ലേറ്റ് ആയി ജനുവരി എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു 2 മാസം ഉള്ള ഒരു കാലയളവല്ലേ ഉള്ളൂ. പക്ഷെ ആ സമയത്ത് കൂടിയും അഡ്മിഷൻ എടുക്കാറുണ്ട്. ഇത്തരത്തിൽ അഡ്മിഷൻ എടുക്കുമ്പോൾ അതിനെ ചീറ്റിംഗ് അഡ്മിഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ, പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ്. ഒന്ന് റീഡ് ചെയ്തോളൂ കേട്ടോ. The school premises consist of main building, shed, temporary building, toilet and urinal, water tank and water sources, veranda, playground, gardens, footpath, etc. As far as the building is concerned, teachers cannot think of doing the construction work like leaking, cracking, damage or something like this. She should pass on the information to her higher authorities then and there and make her reminder periodically. But she should not insist on the management daily or whenever she sees them, which will annoy them. At the same time, at the same time, if she happens to see any students scribbling on the wall, making edges to the building, walking in the restricted areas, plucking the leaves and the flowers, she should check the students under the guidance of the management. Teachers can jointly celebrate a day as a cleaning day in which students are engaged on the cleaning work under the supervision of the teacher and also with the aid of the sub-teacher. Mummy, സ്കൂൾ പ്രിമൈസസ് എന്ന് പറയുന്നത് മെയിൻ ബിൽഡിങ്ങും ഷെഡും ടെമ്പററി ബിൽഡിങ്ങും ടോയ്ലറ്റ്, യൂറിനല്, വാട്ടർ ടാങ്ക് ഇതൊക്കെ ചേർന്നതാണ്. വരാന്ത, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത് ഇതെല്ലാം ചേർന്നതാണ് സ്കൂളിന്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേര് കേൾക്കുമ്പോൾ ടീച്ചേഴ്സ് അതായത്
കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്യണമെന്നോ ലീക്കിങ്, ക്രാക്കിങ്, ഡാമേജ് ഇതൊക്കെ നേരിട്ട് ചെയ്യണമെന്നോ അല്ല മീൻ ചെയ്യുന്നത്. പകരം ഇതൊക്കെ കാണുകയാണെങ്കിൽ അത് ഹയർ അതോറിറ്റിയിലേക്ക് എത്തിക്കുക എന്നാണ്. പീരിയോഡിക്കലി അതൊന്ന് റിമൈൻഡ് ചെയ്യുക എന്ന് കരുതി എപ്പോഴും പോയി നിൽക്കരുത്. അങ്ങനെ കാണുകയാണെങ്കിൽ മാനേജ്മെന്റിന് അവരെ കാണുമ്പം ഒരു ഡിസ്റ്റർബ് ആയിട്ട് തോന്നും, കംപ്ലൈന്റ് കൊണ്ട് വന്നിരിക്കുകയാണ് എന്ന് തോന്നും എന്നാണ്. പിന്നെ പറയുന്നത് അതേസമയം കുട്ടികൾ വാളിൽ സ്ക്രിബിൾ ചെയ്യുകയോ അല്ലെങ്കിൽ പൂക്കൾ പറിക്കുകയോ ഇലകൾ പറിക്കുകയോ ഒക്കെ ചെയ്യുകയാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ബിൽഡിങ്ങിന്റെ ഏജ് കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ടീച്ചേഴ്സ്, അതായത് മാനേജ്മെന്റ് ടീച്ചറിന്റെ ആ ഹെൽപ്പോട് കൂടി ഒരു ദിവസം കുട്ടികളെ എല്ലാവരെയും കൂട്ടി ക്ലീനിങ് ഡേ എന്ന് പറയുന്ന ഒരു ദിവസം സെലിബ്രേറ്റ് ചെയ്യാം എന്നാണ് മാം ഇവിടെ പറയുന്നത്. ഓക്കെ ഓക്കെ. അപ്പോ കെട്ടിട പരിപാലനമാണ് ഇതിനകത്ത് വരുന്നത്. കെട്ടിടങ്ങൾ എന്ന് പറയുന്നത്, അതായത് പ്രിമൈസസ് എന്ന് പറയുന്നത് മെയിൻ ബിൽഡിങ്ങുകൾ, സ്കൂളിന്റെ പ്രധാനപ്പെട്ട കെട്ടിടങ്ങൾ ഉണ്ടാകും, അതുപോലെ ഷെഡുകൾ ഉണ്ടാകും, അതുപോലെ ടെമ്പററി ബിൽഡിങ്സുകൾ, താൽക്കാലികമായിട്ടുള്ള ഷെഡുകൾ, ഉപയോഗിക്കാത്ത അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തിട്ടുള്ള ബിൽഡിങ്ങുകൾ ഉണ്ടാകും. പിന്നെ ടോയ്ലറ്റുകൾ ഉണ്ടാകാം, യൂറിനൽസ്, വാട്ടർ ടാങ്ക്, വാട്ടർ സോഴ്സ്, വരാന്താസ്, പ്ലേ ഗ്രൗണ്ട്, ഗാർഡൻ, ഫുട്പാത്ത്, ഇത്രയും ഘടകങ്ങളെയാണ് പ്രിമൈസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോ ഇവിടെ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഒരു കാര്യം, അതായത് ഏതെങ്കിലും ഒരു അവിടെയുള്ള ബിൽഡിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുവാണെങ്കിൽ, അതായത് മെയിൻ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ക്ലാസ് റൂമുകൾക്ക് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടെങ്കിൽ, ചോർച്ച പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അതുപോലെ ക്രാക്കിംഗ്, ഡാമേജസ്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ എന്ത് ചെയ്തിരിക്കണം? ഉടനെ തന്നെ അത് ഹയർ അതോറിറ്റീസിനെ ഇൻഫോം ചെയ്തിരിക്കണം. ഓക്കെ. ഞാനത് പറഞ്ഞോന്ന് അറിഞ്ഞില്ല, ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. അതായത് ഒരു കുട്ടി ഷോക്കേറ്റ് മരിക്കുകയുണ്ടായി അല്ലെ, എല്ലാവരുടെ ശ്രദ്ധയിലുള്ള കാര്യമാണ് അല്ലെ. അതായത് പ്രധാനമായിട്ടും അത് ഇതുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റെനൻസ്, അതായത് ഒരു സ്കൂളില് എന്തെങ്കിലും ഒരു കാര്യം, അതായത് അവിടെയുള്ള മെയിൻ ബിൽഡിങ്സിന് അല്ലെങ്കിൽ അവിടെയുള്ള ഷെഡുകൾ അല്ലെ, അവിടെ എന്താ പറയാ സൈക്കിൾ പാർക്ക് ചെയ്യുന്ന ഷെഡിനോടനുബന്ധിച്ചിട്ടാണ് ആ കുട്ടിക്ക് ഷോക്കേറ്റ് മരിക്കാനിടയായത് അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എന്തെങ്കിലും ഒരു കാര്യം അവരുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ, അപ്പൊ അത്രയും വലിയൊരു KCB ലൈൻ അതിലേക്ക് പോയിട്ട് ആരും ശ്രദ്ധിച്ചില്ല, ആരും കണ്ടില്ല, അതായത് ഭയങ്കരമായിട്ട് ആ സ്കൂൾ അധികൃതരുടെ ഭയങ്കരമായിട്ടുള്ള അനാസ്ഥ നമുക്ക് അതിനകത്ത് കാണാനായിട്ട് സാധിക്കും. അപ്പൊ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ പോലും അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്ന കാര്യമായിരിക്കും അല്ലെ. അതായത് ഒരു സ്കൂള് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ധാരാളം കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. ധാരാളം പാരന്റ്സ് അവര് നമ്മളെ വിശ്വസിച്ച് അല്ലെങ്കിൽ സ്കൂളിനെ വിശ്വസിച്ചിട്ടാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അല്ലെ. അപ്പോ അവിടെയുള്ള ഓരോ കാര്യങ്ങളും, അത് മെയിൻ ബിൽഡിങ്ങുകളാകട്ടെ അല്ലെങ്കിൽ ക്ലാസ് റൂമുകളാകട്ടെ അല്ലെങ്കിൽ എന്താ പറയാ മെയിൻ ആയിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റം ആകട്ടെ, അതുപോലെ തന്നെ പ്ലംബിംഗ് മുതലായ ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഡാമേജോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കുഴപ്പം ടീച്ചേഴ്സിന്റെ കണ്ണിൽ പെട്ടാൽ എന്ത് ചെയ്തിരിക്കണം? ഉടനെ തന്നെ അത് ഹയർ അതോറിറ്റീസിനെ അറിയിച്ചിരിക്കണം. പിന്നെ ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് എപ്പോഴെപ്പോഴും അവരെ ശല്യം ചെയ്യാനൊന്നും പാടില്ല എന്നൊരു അർത്ഥത്തിൽ കൂടിയാണ് അവിടെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം നമ്മുടെ കണ്ണിൽ പെട്ട് കഴിഞ്ഞാലും കുട്ടികളുടെ സേഫ്റ്റിയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? മാനേജ്മെന്റിനോട് നമുക്ക് നേരിട്ട് സംസാരിക്കാം. അതുപോലെ തന്നെ ഇതിനു മുമ്പ് എനിക്ക് തോന്നുന്നു 1 വർഷം 1.5 വർഷമൊക്കെ മുമ്പാണെന്ന് തോന്നുന്നു, അംഗൻവാടിയിൽ നിന്ന് ഇതിൽ കുറിച്ച് താഴേക്ക് വീണ് മരിക്കുകയുണ്ടായി. നിങ്ങൾ ആ ന്യൂസ് കേട്ടിട്ടുണ്ടായിരുന്നോ? അംഗൻവാടിയിൽ കേട്ടിട്ടുണ്ടായിരുന്നു അല്ലെ. തന്നെ നടുക്കൊരു പുഴ ഒഴുകുന്നുണ്ട്, പിന്നെ മുകളിലാണ് ഈ അംഗൻവാടി ഇരിക്കുന്നത്, സ്റ്റെപ്പ് ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് തെന്നിയാണെന്നൊന്നും ഈ കുട്ടി വീണത്. അപ്പോ ഇതും എന്താണ്, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാവുന്ന ഒന്നാണ്. കാരണം കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഏതൊരു സ്ഥലമാണെങ്കിലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? വളരെയധികം നമ്മൾ ജാഗരൂകരായിട്ട് അല്ലെങ്കിൽ വളരെയധികം ശ്രദ്ധിച്ചായിരിക്കണം ഓരോ കാര്യങ്ങളും നീങ്ങേണ്ടത്. ഓക്കെ. അപ്പൊ ഇത്തരത്തില് എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ട് കഴിയുവാണെങ്കിൽ നിങ്ങൾ ഉടനെ എന്ത് ചെയ്യുക? അത് മാനേജ്മെന്റിന് അല്ലെങ്കിൽ ഹയർ അതോറിറ്റി, നിങ്ങളുടെ ഹയർ അതോറിറ്റി എന്ന് പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ സുപ്പീരിയർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഹെഡ് മാസ്റ്റർ ആയിരിക്കുള്ളൂ. അവരുടെ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തുക എന്നുള്ളത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്,
ചില കുഞ്ഞുങ്ങള് എന്താ പറയാ ക്ലാസ് റൂമിന്റെ വോള് ഭിത്തിയിലൊക്കെ ചില കാര്യങ്ങൾ വരച്ചിടാറുണ്ട് അല്ലെ. അതുപോലെ തന്നെ എന്താ പറയാ റെസ്ട്രിക്റ്റഡ് ഏരിയാസ്, അതായത് ഇപ്പൊ സ്കൂൾ കോമ്പൗണ്ട് മതിലുണ്ടാവും, എല്ലാ സ്കൂളുകളിലും മതിലുകളുണ്ട്. അപ്പോ മതിലിന് പുറത്തോട്ട് ചിലപ്പോ ചില മരങ്ങളൊക്കെ കാണാം അല്ലെ. കുട്ടികൾക്ക് കൗതുകകരമായിട്ട് തോന്നുന്ന മരങ്ങൾ എന്തൊക്കെയാ? ഏതൊക്കെയാ മരങ്ങള്? മരങ്ങളിൽ നിന്ന് പൂ പറിക്കില്ലേ കുഞ്ഞുങ്ങള്? കണ്ടിട്ടില്ലേ നിങ്ങള്? സ്കൂൾ കോമ്പൗണ്ടിന് പുറത്ത് സ്കൂളുകളിലൊക്കെ ഞങ്ങൾ സ്കൂളിലില്ലേ മിസ്സേ, മറ്റേ ഒരു പേരറിയില്ല, വലിയ പന്തൽ ചാല് പോലെ നിന്നിട്ട് മഞ്ഞ കളറിലെ പൂവുള്ളത്, എന്നിട്ട് അതിങ്ങനെ മുറ്റത്ത് മൊത്തം വീഴും, പിള്ളേരൊക്കെ അത് പെറുക്കിയെടുക്കും. ഓക്കെ. അതായത് ഇത് കോമ്പൗണ്ടിനോട് ചേർന്നിട്ടായിട്ട്, അതായത് മതിലുണ്ടാകും, മതിലിനപ്പുറം ചിലപ്പോൾ സ്കൂളിന്റെ ഏരിയ ആകണം എന്നില്ല, ചിലപ്പോൾ ഇതൊരു വീടായിരിക്കാം അല്ലെങ്കിൽ മറ്റു പല സ്ഥലങ്ങളായിരിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ കോമ്പൗണ്ട് അല്ലെങ്കിൽ ആ മതിലിനോട് ചേർന്ന് ചിലപ്പോൾ മരങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇവരത് ചിലപ്പോ ഞാൻ പറയാലോ, ഇപ്പൊ ഫ്ലവേഴ്സ് തന്നെയാണ് എല്ലാ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള നെല്ലിക്കയുടെ മരം, ചാമ്പയ്ക്ക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണ് അല്ലെ കഴിക്കാനായിട്ട്. അപ്പൊ ഇത് പറിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു മതിലിന്റെ മുകളിൽ കയറുകയും അതുപോലെ തന്നെ അത് പറിച്ചെടുക്കാനൊക്കെ നോക്കുകയും ചെയ്യും. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഉടനെ തന്നെ അതിനെ റെസ്ട്രിക്ട് ചെയ്യാം, നിയന്ത്രിക്കുക എന്നുള്ളതും ടീച്ചേഴ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇതൊക്കെ സാധാരണയായിട്ട് സ്കൂളുകളിൽ നടക്കുന്ന കാര്യമാണ് കേട്ടോ ഞാൻ ഈ പറയുന്നത്. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ കുട്ടികൾ, അതായത് ഇടയ്ക്ക് ചില ഇപ്പൊ നമ്മള് മാസത്തിലായാലും അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ ഒരു ദിവസം ക്ലീനിങ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ, നമ്മൾ ആഘോഷിക്കാറുണ്ട്. ഇപ്പൊ സേവനവാരം എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ, നിങ്ങളൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ലേ, പുല്ല് പറിക്കുന്നത്, അടിച്ചു വാരുന്നതൊക്കെ. അങ്ങനെയുള്ള അതായത് കുഞ്ഞു കുഞ്ഞു ജോലികൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. കൂടുതലായിട്ടും ഇത് റിലേറ്റ് ചെയ്യുന്നത് ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് നമ്മുടെ പരിസര ശുചിത്വം പാലിക്കുക എന്നുള്ള ഒരു കൺസെപ്റ്റിൽ നിന്നുകൊണ്ടാണ് ഈ ക്ലീനിങ് ഡേ ആയിട്ട് ആഘോഷിക്കണമെന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പൊ ഇത്തരത്തില് എന്താ പറയാ, ഇപ്പൊ ടീച്ചേഴ്സിന്റെ അണ്ടറിൽ ടീച്ചേഴ്സ് സൂപ്പർവിഷൻ കൊടുത്തിട്ട് കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇതാണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരുന്നത്. ഓക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ ആണല്ലോ? The next one, discipline and maintenance കേട്ടോ. റീഡ് ചെയ്തോളൂ.
ഓക്കെ, മൃദുല ഒന്ന് റീഡ് ചെയ്യാമോ? ഡിസിപ്ലിൻ ആൻഡ് മെയിൻ്റനൻസ്. Okay, ma'am. Discipline and maintenance. Parents expect more disciplinary training from the school than the book education. For this maintenance, the discipline in the classroom itself is not sufficient. Students have to behave before the elders, with their friends, and with others, even if the student is alone. Self-discipline should have to be maintained, so the teacher, as a body of the school, should enforce discipline. Discipline is not like intelligence to come by nature. It comes only by practice. So every teacher has a duty to force discipline then and there. If she finds default in this, she has the right to take punitive action against them. The teacher also should keep discipline and be the model to the student. She should completely avoid bad habits such as gossiping, nail biting, etc. And if she finds the co-staff is doing such, she should not be right to enhance discipline, which will create problem. But അവിടെയുള്ളത് കാണുന്നില്ല. But she can give friendly talk to them separately about it. പാരൻസ് അതായത് പാരൻസ് ബുക്ക് എഡ്യൂക്കേഷൻ എന്നതിലുപരി ഡിസിപ്ലിൻ ആണ് കൂടുതലായിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ ഡിസിപ്ലിൻ നോക്കേണ്ടത് ടീച്ചേഴ്സിന്റെ കടമയാണ്. ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് അവരുടെ എൽഡേഴ്സ്, അതായത് മുതിർന്നവരോട് ബിഹേവ് ചെയ്യുന്ന രീതി, ഫ്രണ്ട്സിനോട് പെരുമാറുന്ന രീതി, അതുപോലെ തന്നെ അവർ ഒറ്റയ്ക്കുള്ളപ്പോൾ അവർ നടക്കുന്ന രീതിയിലും ഡിസിപ്ലിൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ടീച്ചേഴ്സ് നോക്കണം എന്നുള്ളതാണ്. പിന്നെ ഡിസിപ്ലിൻ ഒരിക്കലും ഇന്റലിജൻസ് പോലെ തനിയെ ഉണ്ടാവുന്നതല്ല, മറിച്ച് അത് പ്രാക്ടീസിൽ കൂടെയാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അത് തന്നെ ടീച്ചേഴ്സ് കുട്ടികളുടെ ഡിസിപ്ലിൻ കൂടുതലായിട്ട് ഫോഴ്സ് ചെയ്ത് കൊണ്ടുവരണം. പിന്നെ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക്, അതായത് കുട്ടിക്ക് പറഞ്ഞു കൊടുത്തിട്ടും കുട്ടി അതിന്റെ പ്രാക്ടീസ് തെറ്റിക്കുന്നുവെങ്കിൽ അവനെതിരെ എന്തെങ്കിലും ചെറിയ പണിറ്റീവ് ആക്ഷൻ എടുത്ത് അവനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. അതുപോലെ തന്നെ ടീച്ചേഴ്സ് കുട്ടികളുടെ റോൾ മോഡൽ ആവണം. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് ഒരിക്കലും ഗോസിപ്പ് പറയാനോ നെയിൽ ബൈറ്റ് ചെയ്യുക ഇതുപോലെയുള്ള ദുശ്ശീലങ്ങളൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഈ പ്രവൃത്തികൾ നമ്മുടെ സ്റ്റാഫ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർ ചെയ്യുന്നത് കണ്ടു എങ്കിൽ അവരെ തിരുത്താൻ നമുക്ക് ഉള്ള റൈറ്റ്സ് നമുക്കില്ല, മറിച്ച് ഒരു ഫ്രണ്ട്ലി ടോക്കിലൂടെ വേണമെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അപ്പൊ പാരന്റ്സ് എന്ന് പറയുന്നത് അവര് കൂടുതൽ, അതായത് കുറെ ടെക്സ്റ്റ് ബുക്കുകൾ പഠിക്കണം അല്ലെങ്കിൽ കുറെ നോട്ട് ബുക്കുകൾ പഠിക്കണം, ആ ഒരു ചിന്തയോട് കൂടി ആയിരിക്കില്ല എല്ലാ പാരന്റ്സും എന്ത് ചെയ്യുന്നത്, കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത്, അല്ലെ? ബേസിക് ആയിട്ട് അവർക്ക് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം അവർ അറിഞ്ഞിരിക്കണം. ഓക്കെ, എന്നവർ പഠിച്ചെടുക്കുന്നതിന് വേണ്ടിയിട്ടും കൂടിയാണ് പാരന്റ്സ് എന്ത് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് ക്ലാസ് റൂമിൽ മാത്രം അല്ലെങ്കിൽ ടീച്ചറെ കണ്ടാൽ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യമാകരുത്. പകരം നമ്മുടെ കുഞ്ഞുങ്ങള് മുതിർന്നവരെ ബഹുമാനിക്കാനായിട്ട് പഠിക്കണം. അതുപോലെ തന്നെ മറ്റുള്ളവരെ, ഫ്രണ്ട്സിനോടായാലും അതുപോലെ തന്നെ കൂടെയുള്ള, അതായത് നമ്മുടെ സമൂഹവുമായി ഇന്ററാക്ട് ചെയ്യുന്ന ആളുകളോട് പലരോടും റെസ്പെക്ട് ഉള്ളവരായിരിക്കുകയും അവരോട് നല്ല രീതിയിൽ പെരുമാറുകയും വേണം, അല്ലെ? ഇപ്പൊ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ? റെസ്പെക്ട് കാണിക്കാറുണ്ടോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? റെസ്പെക്ട് കാണിക്കാറുണ്ടോ? ഉണ്ട്. ഓക്കെ, എന്തെങ്കിലും നല്ലത്, അല്ലെ? അതായത് ഇപ്പൊ കൂടുതലും കുഞ്ഞുങ്ങൾ മൊബൈലിലാണ്, അല്ലെ? ഏത് സമയം മൊബൈലാണ് യൂസ് ചെയ്യുന്നത്. ചിലപ്പോ മൊബൈൽ കളിച്ചിരിക്കുന്ന സമയത്ത് വീട്ടിലേക്ക് ഒരാള് വന്നാൽ പോലും അവര് ചിലപ്പോ അറിയണമെന്നില്ല, അല്ലെ? ചിലപ്പോ മുതിർന്ന ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ കൂടി അവരെന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൂടിയോ ചിലപ്പോ കുഞ്ഞു മറുപടി പറയണമെന്നില്ല. ഓക്കെ, അപ്പൊ ഇത്തരത്തില്, അതായത് ഇപ്പോഴത്തെ തലമുറ കുറച്ച് ആ ഒരു കാര്യം മുമ്പെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സമയത്ത് അല്ലെങ്കിൽ നമ്മൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാല് കുറച്ചും കൂടി മുതിർന്നവരെ പേടിയുണ്ടായിരുന്നു, അല്ലെ? ബഹുമാനം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതിങ്ങനെ കുറഞ്ഞ് വരുവാണ്. പേടിയും അതുപോലെ തന്നെ റെസ്പെക്ട് ഒക്കെ കുറഞ്ഞാണ് ഇപ്പോഴത്തെ കുഞ്ഞുങ്ങളിൽ കാണുന്നത്. ഓക്കെ, അപ്പൊ എന്നിരുന്നാൽ കൂടിയും എൽഡേഴ്സിനെയും അതുപോലെ തന്നെ ഫ്രണ്ട്സിനെയും മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കണം. ആ ഒരു കൺസെപ്റ്റോട് കൂടി അത്തരത്തിലുള്ള ഒരു ഡിസിപ്ലിൻ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, പാരന്റ്സ് കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്തിരിക്കണം, കുഞ്ഞുങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത്
ബൈ ബർത്ത് ഉണ്ടായിട്ടുള്ള ഒന്നല്ല. ജന്മന ചിലപ്പോ ചില ആളുകൾ പറയാറുണ്ട്, ചില ഫാമിലീസ് നല്ല രീതിയിലാണ് അവരുടെ ഓരോ കാര്യവും ചെയ്യുന്നത്. നല്ല ഫാമിലിയിൽ ജനിച്ച കുട്ടിയാണ്, അതുകൊണ്ട് നല്ല ഒരു കൾച്ചറാണ് അവർ ഫോളോ ചെയ്യുന്നത്. അത് നമ്മൾക്ക് കമ്പലായിട്ട് അല്ലെങ്കിൽ നിർബന്ധമായിട്ടൊന്നും പറയാനായിട്ട് സാധിക്കില്ല. ഒരു കുട്ടി എന്ന് പറയുന്നത് ആ കുട്ടി ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്ക് എന്തുണ്ടാവണം എന്നില്ല, ഡിസിപ്ലിൻ ഉണ്ടാകണം എന്നില്ല, അല്ലെ? പക്ഷെ അതൊരു പ്രാക്ടീസിലൂടെയാണ് ആ കുട്ടി നേടി വരുന്നത്. ആ കുട്ടിയുടെ വീട്ടിലെ സാഹചര്യങ്ങള്, അതുപോലെ തന്നെ സമൂഹത്തിന്റെ ഇൻവോൾവ്മെന്റ്, ഇതൊക്കെ കൂടി ആകുമ്പോഴാണ് അവൻ ഡിസിപ്ലിൻ പ്രാക്ടീസ് ചെയ്തു വരുന്നത്. അപ്പൊ ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ടിട്ട് ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് സ്റ്റുഡൻസിന്റെ മോഡലാണ്, അല്ലെ? അപ്പൊ നിങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെ? നിങ്ങൾ എപ്പോഴും ധാരാളം ടീച്ചേഴ്സ് നമ്മളെ പഠിപ്പിക്കാം, അല്ലെ? ധാരാളം ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ടീച്ചർ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടാവും, ഇല്ലേ? എല്ലാവർക്കും ഇല്ലേ അങ്ങനെ? ഉണ്ടാവാത്തതായിട്ട് വളരെ ചുരുക്കമാണ്. എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവും ആ ടീച്ചർക്ക്, നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള. ചിലപ്പോ ആ ടീച്ചറുടെ ബോഡി ലാംഗ്വേജ് ആകാം, അല്ലെങ്കിൽ ആ ടീച്ചറുടെ ടീച്ചിങ് സ്റ്റൈൽ ആകാം, അല്ലെങ്കിൽ ആ ടീച്ചറിന്റേതായ പൊതുവായിട്ടുള്ള അപ്പിയറൻസ് ആകാം. അങ്ങനെ പല പല രീതിയിലുള്ള, ചിലപ്പോൾ ആ ടീച്ചറുടെ ഡ്രസ്സിംഗ് സ്റ്റൈൽ ആകാം. ഇതൊക്കെ പല കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ഇത്തരത്തില് പല കാര്യങ്ങളും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ആ ടീച്ചറോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം തോന്നാം. ഓക്കെ. അപ്പോ അതുകൊണ്ട് തന്നെ എന്താണ്, ഈ ഒരു ടീച്ചർ എന്ന് പറയുന്നത് കുട്ടികളുടെ റോൾ മോഡലാണ്. ഓക്കെ. അപ്പൊ അതിനനുസരിച്ചിട്ടായിരിക്കണം ടീച്ചേഴ്സ്. എപ്പോഴും ആ ഒരു ചിന്ത നമുക്ക് ഉണ്ടാകണം, നമ്മളെയാണ് അവർ അനുകരിക്കുന്നത്, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഓരോ കാര്യങ്ങളും, നമ്മൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളും ഒക്കെ എന്തായിരിക്കണം, കറക്റ്റ് ആയിട്ടായിരിക്കണം വരേണ്ടത്. ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ആ തെറ്റ് അവർ ആവർത്തിക്കാണ് ഉണ്ടാവുക. അപ്പോ ആ ഒരു രീതിയിൽ മുന്നോട്ട് പോവുക. പിന്നെ അതുപോലെ തന്നെ ടീച്ചേഴ്സിന് ചില ബാഡ് ഹാബിറ്റ്സുകൾ ഉണ്ടാവാറുണ്ട്. എല്ലാ ടീച്ചേഴ്സിനും അല്ല, ചില ടീച്ചേഴ്സിന്, ഭൂരിഭാഗം ടീച്ചേഴ്സിന് ഉണ്ടാവാറുണ്ട്. കാരണം എല്ലാവർക്കും അറിയാം. അപ്പൊ ബാഡ് ഹാബിറ്റ് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ ഗോസിപ്പിംഗ് ആണ്, അല്ലെ? ഗോസിപ്പ് പറയുക. അപ്പൊ ക്ലാസ് റൂമിലൊക്കെ നമ്മൾ സ്റ്റാഫ് റൂമിലൊക്കെ ചെന്ന് കഴിയുമ്പോൾ ടീച്ചേഴ്സ് തമ്മിലിരുന്ന് പരദൂഷണം പറയാറുണ്ട്. പരദൂഷണം മീൻസ് എന്താ? മറ്റുള്ളവരെ കുറ്റം പറയാറുണ്ട്, അല്ലെ? അതായത് കോമൺ ആയിട്ടുള്ള ടോക്കുകൾ, അതായത് നമുക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാം. ഓക്കെ. അതായത് നമ്മള് എന്താ പറയാ, ന്യൂസിൽ പല കാര്യങ്ങൾ കാണാറുണ്ട്, കുട്ടികളെ സംബന്ധിച്ച് പല കാര്യങ്ങൾ പറയാറുണ്ട്. ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ ഒരു വ്യക്തിയെ കുറ്റം പറയുന്ന രീതിയിൽ, ഇപ്പോ സ്റ്റാഫ് റൂമിൽ ഇരിക്കുകയാണ്, കുറേയധികം ടീച്ചേഴ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതിനകത്ത് ഒരു ടീച്ചേഴ്സിനെ എല്ലാവരും കൂടി മനഃപൂർവ്വം കുറ്റം പറയുന്നു, അല്ലെങ്കിൽ അവരെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു, അവരിൽ കുറ്റം കണ്ടെത്തുന്നു, അങ്ങനെ അവരെ തെറ്റായിട്ടുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. അതൊക്കെ ഗോസിപ്പിംഗിൽ പെടുന്നതാണ്. പിന്നെ ഒരാളെ കളിയാക്കുന്നു, സ്റ്റാഫ് റൂമിൽ തന്നെയുള്ള ഒരു ടീച്ചറെ കളിയാക്കുന്നു. ഇതൊക്കെ എന്താണ്? ഗോസിപ്പിംഗിൽ വരുന്നതാണ്. അപ്പോ ഇതൊക്കെ കുട്ടികൾ കണ്ടു കഴിഞ്ഞാല് ഇത് അവര് അനുകരിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അത് സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ നെയിൽ ബിറ്റിംഗ്, ചില ടീച്ചേഴ്സിന് നഖം കടിക്കുന്ന സ്വഭാവമുണ്ട്. ഓക്കെ. കുഞ്ഞുങ്ങളുടെ സ്വഭാവമാണത്. പക്ഷെ അത് ചില ടീച്ചേഴ്സ് അനുകരിക്കാറുണ്ട്. പക്ഷെ അത് ശരിയല്ല. അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിർത്തുക എന്നുള്ളതാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ, സ്റ്റാഫുമായിട്ട്, അതായത് ചില കാര്യങ്ങൾ നമ്മുടെ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളില് ചിലവരുടെ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചിലർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും നമുക്ക് ചിലപ്പോൾ ഇഷ്ടമായിന്ന് വരില്ല. പക്ഷെ നമ്മള് അത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെ പാടുള്ളൂ എന്നുള്ളൊരു നിർബന്ധമൊന്നും നമ്മൾക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. എന്തെങ്കിലും അവരുടെ ഭാഗത്ത് നിന്ന് തെറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാം. പക്ഷെ അവരൊരിക്കലും അതിനെ ഫോഴ്സ് ചെയ്യിപ്പിക്കരുത് എന്നുള്ള കാര്യമാണ് ഇതിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് ലാസ്റ്റ് തന്ന അസൈൻമെന്റ് ഏതായിരുന്നു? അസൈൻമെന്റ് ഓർമ്മയുണ്ടോ? അസൈൻമെന്റ് എന്തെങ്കിലും തന്നിട്ടുണ്ടായിരുന്നോ? കുറെ നാളായല്ലോ മാം. ഏതായിരുന്നു ടോപ്പിക്? ഏതായിരുന്നു മാം? എന്റെ ഓർമ്മയില് ഫുഡും വിറ്റാമിൻസും
ആണ്. അതാണ് അല്ലേ? അത് നിങ്ങൾ എല്ലാവരും സബ്മിറ്റ് ചെയ്തായിരുന്നു അല്ലേ? മാർക്കൊക്കെ കിട്ടിയിരുന്നില്ലേ? ഞാൻ ചോദിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ആക്ടിവിറ്റി തരാം. അസൈൻമെന്റ് അല്ല കേട്ടോ, ആക്ടിവിറ്റിയാണ്. നിങ്ങൾ ചെയ്തിട്ട് ക്ലാസ് റൂമിൽ പ്രസന്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ടീച്ചറിനെ കുറിച്ച് ഡിസ്ക്രിപ്ഷൻ എഴുതുക, നിങ്ങളുടെ റോൾ മോഡൽ. ഇത്രയും നാളത്തെ നിങ്ങളുടെ ജേർണിയിൽ നിങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള ഒരു ടീച്ചർ. ആ ടീച്ചറുടെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ എഴുതി കൊണ്ടുവരണം. എന്നിട്ട് ക്ലാസ് റൂമിൽ വെച്ച് പ്രസന്റ് ചെയ്യണം. ഓക്കെ, ഇനി നിങ്ങൾ ഗ്രൂപ്പിൽ കൂടി ഒന്ന് ഷെയർ ചെയ്യുക. ആക്ടിവിറ്റി ആണെന്ന് പ്രത്യേകം പറയാം കേട്ടോ. ക്ലാസ് നിങ്ങൾ എഴുതി വെക്കാനുള്ളതാണ്, അസൈൻമെന്റ് അല്ല, സബ്മിറ്റ് ചെയ്യണ്ട. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട ടീച്ചറെ. ഇത് ഇംഗ്ലീഷിൽ തന്നെയാണോ അതോ മലയാളത്തിലും? അങ്ങനെയാ? ഇംഗ്ലീഷിൽ ആണ് എഴുതേണ്ടത്. ഇനി നിങ്ങൾക്ക് അത് പറ്റുന്നില്ല എങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് നിങ്ങൾക്ക് അവരെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മലയാളത്തിലും എഴുതാവുന്നതാണ് കേട്ടോ. കമ്പൽ ചെയ്യുന്നില്ല ഇംഗ്ലീഷ്, കാരണം നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ അവരെ കുറിച്ച് പറയാനുണ്ടാകും. അതുകൊണ്ട് ആ വാക്കുകളൊക്കെ നിങ്ങൾക്ക് പുറത്തു വരാൻ വേണ്ടിയിട്ട് മലയാളത്തിൽ എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ആരാണ് സൈൻ ഔട്ട് ചെയ്യുന്നത്? മാം, ഇന്നത്തെ ക്ലാസ് വളരെ നന്നായിരുന്നു. പിന്നെ ഈ ഒരു ചാപ്റ്റർ ഇനി അത് വായിക്കേണ്ട കാര്യം പോലും ഇല്ല. അത്ര സിമ്പിൾ ആയിട്ട് മാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. വളരെ നന്നായിട്ടുള്ള ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റി. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇപ്പൊ മറക്കണ്ട കേട്ടോ, ആക്ടിവിറ്റി ചെയ്തിട്ട് അടുത്ത ക്ലാസ്സിൽ പ്രസന്റ് ചെയ്യാം. എല്ലാവരും ചെയ്യണം കേട്ടോ. ആരും മറന്ന ഒരു എക്സ്ക്യൂസ് ഒന്നും പറയാൻ പാടില്ല. ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടാകും. ഈ ടീച്ചർ തന്നെ ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ചിട്ടായാലും എഴുതിയാൽ മതി. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. താങ്ക് യു.